കുഫ്രിയത്താണ്. മുജാഹിദ് മൊട്ടകളെ നോക്കി KV അബ്ദുൽ ലത്തീഫ് മൗലവി പറയുന്നത് കേൾക്കുക. തല മൊട്ടടിക്കൽ കുഫ്രിയത്താ, അത് അഹ്ലു കിതാബുകാരുടെ സ്വഭാവമാണെന്നാ നബി പറഞ്ഞത്. തല മൊട്ടടിക്കൽ കുഫ്രിയത്താ, അത് അഹ്ലു കിതാബുകാരുടെ സ്വഭാവമാണെന്നാ നബി പറഞ്ഞത്. പറയൂ, ഇവർ ഷിർക്കിന്റെയും കുഫ്റിന്റെയും ഗൗരവം കുറച്ചിട്ടില്ലേ? നാടുനീളെ മുസ്ലിങ്ങളെ മുഴുവൻ അബൂജഹലിനേക്കാൾ കടുത്ത മുശ്രിക്കുകളാക്കിയവർ. പക്ഷേ സുന്നി പണ്ഡിതർക്ക് മുമ്പിലെത്തിയപ്പോൾ ഇതുവരെ പറഞ്ഞതെല്ലാം വിഴുങ്ങി വഹാബികൾ മുസ്ലിങ്ങളെ മുശ്രിക്കാക്കിയിട്ടില്ലത്രേ. ഇനി ആലുവയിലെ രണ്ടാം നുണയിലേക്ക് വരിക. പിന്നെയോ മുഖ്യധാര മുസ്ലിങ്ങളെ മുജാഹിദുകൾ മുശ്രിക്കാക്കി കളയുന്നു എന്നാണ്. എവിടെയാണ് മുഖ്യധാര മുസ്ലിങ്ങളെ മുജാഹിദുകൾ മുശ്രിക്കാക്കിയത്? മുശ്രിക്കാക്കിയതിന്റെ നേർക്കാഴ്ചകൾ കണ്ടനുഭവിക്കുക. മുശ്രിക്കുകളായ സുന്നി സമൂഹത്തിനിടയിലാണ്. എവിടെയാണ് മുഖ്യധാര മുസ്ലിങ്ങളെ മുജാഹിദുകൾ മുശ്രിക്കാക്കിയത്? മുശ്രിക്കുകളായ സുന്നി സമൂഹത്തിനിടയിലാണ്. ശിർക്കാരോപണം ഇന്ത്യയുടെ പരിധിയും വിട്ടുകടക്കുന്നു. ലോകത്ത് 2 രാജ്യങ്ങൾ, ഷിർക്കിന് വേണ്ടി മാത്രം ജീവിക്കുന്ന 2 രാജ്യങ്ങൾ. ആ 2 രാജ്യങ്ങളിൽ ഒന്ന് ഇറാനാണ്, ഒന്ന് പാകിസ്ഥാനാണ്. ഷിർക്കിന്റെ കൂടാരങ്ങളെ, ഗോഡൌണുകളാണ് പാകിസ്ഥാനൊക്കെ ഷിർക്കിന്റെ. പാകിസ്ഥാനികളിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഷിർക്കിന്റെ ആളുകളാണ്. വാക്യം. എവിടെയാണ് മുഖ്യധാര മുസ്ലിങ്ങളെ മുജാഹിദുകൾ മുശ്രിക്കാക്കിയത്? പാകിസ്ഥാനികളിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഷിർക്കിന്റെ ആളുകളാണ്. വാക്യം. ആഗോള മുസ്ലിങ്ങളുടെ മുഖ്യധാരയെ മുശ്രിക്കാക്കുന്നത് കേൾക്കുക. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഹജ്ജ് ചെയ്യാൻ വന്നു. ആ പ്രവാചകന്റെ കൂടെ ഹജ്ജിന് വന്ന 1,00,000-ലധികം വരുന്ന സഹാബികൾ. അവരാരാ? മുവഹിദുകളാണ്, തൗഹീദുള്ള ആളുകൾ. നബിയിൽ നിന്ന് ഹജ്ജ് പഠിച്ച ആളുകൾ, നബി പഠിപ്പിച്ചു കൊടുത്ത ആളുകൾ, നബി കാണിച്ചതിനെ ഫോളോ ചെയ്ത ആളുകൾ. അവരൊക്കെ വളരെ മാന്യമായി ചെയ്തു. ഇന്ന് ഹജ്ജിന് ചെല്ലുന്നിടത്ത് ആരൊക്കെ വരുന്നുണ്ട്? അവിടെ അബൂജഹലുമാർ അവിടെ ഹജ്ജ് ചെയ്യുന്നു, ശിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു. ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. എവിടെയാണ് മുഖ്യധാര മുസ്ലിങ്ങളെ മുജാഹിദുകൾ മുശ്രിക്കാക്കിയത്? ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. അപ്പൊ അവിടെ തിരക്ക് കൂടുതലായി, ജനാധിക്യം വർദ്ധിച്ചു. മുവഹിദുകൾ മാത്രമാണ് ഒരു 5 ലക്ഷം ആളെ ഉണ്ടാവും വർഷാവർഷം ഹജ്ജ് ചെയ്യാൻ. ബാക്കിയൊക്കെ ഔട്ടായി. സുന്നികൾ ക്രിസ്ത്യാനികളെക്കാൾ മോശമാണെന്നും ഇവർ പുലമ്പുന്നത് കാണുക. ക്രിസ്ത്യാനികളും സുന്നികളും ഇസ്ലാമിന് കണക്കാ, 2 വന്നു. കുറച്ചുകൂടി സുന്നിയാവാതിരിക്കുന്നതാണ് അള്ളാഹു ചെയ്യുന്ന ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറഞ്ഞ ആ നാവ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുന്നിയാണെന്ന് അംഗീകരിക്കുന്നതും കേൾക്കുക. അള്ളാഹുൽ ഭൂമിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ കരുണ സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യനോട് അല്ലാഹു കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം APK സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരാളാകുന്നില്ലെങ്കിൽ ഒന്ന് നിരീശ്വരവാദിയായാൽ പോലും സാധ്യതയുണ്ട്. കാരണം പിന്നെ തൗഹീദ് സ്വീകരിച്ചോ വേറോട്ടും പോകില്ല. പക്ഷെ സുന്നിയാകാതിരിക്കുക. കാരണം നിരീശ്വരവാദിയായ കാഫറിന്റെ ശിക്ഷയുള്ളൂ, മുശ്രിക്കിന്റെ ശിക്ഷയല്ല. മുശ്രിക്കിന്റെയും കാഫറിന്റെയും കൂടെ ശിക്ഷ ഒരേ സമയം അനുഭവിക്കുക സുന്നിയായാൽ. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. ഞാൻ ആ അഭിപ്രായക്കാരനായി. അപ്പോൾ നബിയും സ്വഹാബത്തും ഇല്ലാത്ത ഒരു ഇസ്ലാമാണ് മുജാഹിദ് വിഭാഗത്തിന്റേതെന്ന് വ്യക്തം. ആരൊക്കെയാണോ അതിലെ അംഗങ്ങൾ? ഇവരുടെ ബാലേട്ടന്മാർ മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. കാന്തപുരവും ശിഹാബ് തങ്ങളും ശംസുൽ ഉലമ EKയും KVയും എല്ലാവരെയും ഇവർ പേരെടുത്തു കാഫിറാക്കി. എങ്ങാനും അബൂജഹൽ വന്നു എന്ന് വിചാരിക്കും ഇവിടെ കേരളത്തിൽ, നേരെ മർക്കസ് സക്കാഫത്ത് സുന്നിയിലേക്ക് കയറി ചെല്ലും. അസ്സലാമു അലൈക്കും ഷെയ്ഖുന കാന്തപുരല്ലേ, ഞാൻ അബൂജഹൽ. ഞാൻ കരുതിയത് ലോകത്തിലെ ഏറ്റവും വലിയ മുശ്രിക്കിന്റെ നേതാവ് ഞാനായിരിക്കുന്ന. പക്ഷെ ഞാനൊക്കെ ചങ്ങായിമാരെ മഴ പെയ്യിപ്പിക്കുന്ന പടച്ചോനാന്ന് വകച്ചു കൊടുത്തിരുന്നു. നിങ്ങൾ അതും വകച്ചു കൊടുക്കില്ല. അതുകൊണ്ട് നിങ്ങളാട്ടോ എന്റെ ലീഡർ. ഇനി ലോക മുശ്രിക്കരുടെ ലീഡർ ആകാനുള്ള യോഗ്യതയും നിങ്ങൾക്കും നിങ്ങളെ പണ്ഡിതന്മാർക്കുമാണ് എന്ന് പറയുന്നത്. എന്നിട്ടും ലജ്ജയില്ലാതെ പുലമ്പുന്നത് കാണുക.
യഥാർത്ഥത്തില് ശിർക്ക് എന്താണ്, കുഫർ എന്താണെന്ന് വിശദീകരിക്കുകയല്ലാതെ ഇന്ന ആള് മുശ്രിക്കാണ്, ഇന്ന വിഭാഗം ഒന്നിച്ച് മുശ്രിക്കാണ്, ഇന്ന ആള് മുശ്രിക്കാണ്, ഇന്ന വിഭാഗം ഒന്നിച്ച് മുശ്രിക്കാണ് എന്ന് പറയുന്ന സമ്പ്രദായം മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ മുസ്ലിമിനെ കാഫിറാക്കുന്നതിന്റെ വിധി എന്താണ്? ഒരു വഹാബി കപലപ്രാസംഗികൻ തറപ്പിച്ചു പറയുന്നത് കേൾക്കൂ. ഒരാൾ കാഫിറാണെന്ന് പറഞ്ഞാൽ അവനെ കുറിച്ചുള്ള വിധി എന്താണ്? നിങ്ങൾ പഠിപ്പിച്ചോർക്കണം, നിങ്ങൾ പഠിപ്പിച്ചോണ്ട് ഞങ്ങൾ പറഞ്ഞുതരാം. ഒരാൾ കാഫിറാണെന്ന് പറഞ്ഞാൽ അവനിലതില്ലെങ്കിൽ പറഞ്ഞവൻ കാഫിറായി. അപ്പൊ ഇവിടെ മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. ഒരാൾ കാഫിറാണെന്ന് പറഞ്ഞാൽ അവനിലതില്ലെങ്കിൽ പറഞ്ഞവൻ കാഫിറായി. അപ്പൊ ഇവിടെ ഇത് പൂരിപ്പിക്കുവാനുള്ള അവകാശം പ്രേക്ഷകർക്ക് വിടുന്നു. ഹസൻ മുസ്ലിയാർ കാഫിറാണെന്ന് ഉമർ മൗലവി പച്ചയായി എഴുതി. വഫാത്താസന്നമായ സമയത്ത് മുസ്ലിമാകണമെന്ന് പറഞ്ഞ് കത്തെഴുതി. ചരിത്രത്തിന്റെ നിയോഗമെന്നോണം വിലാസം മാറിവന്ന ആ കത്ത് തന്റെ മകന് തന്നെ സുന്നികൾ തിരിച്ചു നൽകി. മുശ്രിക്കാക്കുന്ന വിഷയത്തിൽ മാത്രമല്ല, മുസ്ലിങ്ങളെ കൊല്ലണമെന്ന വാദത്തിലും ഹവാരിജുകളും വഹാബികളും നല്ല സാദൃശ്യം പുലർത്തുന്നു. തൊട്ടിലിൽ കിടന്ന ചോരപ്പൈതലുകളെപ്പോലും രക്തരൂക്ഷിത വഹാബി വിപ്ലവത്തിലൂടെ അരുംകൊല ചെയ്തവർ കേരളത്തിലെ സുന്നി കുരുന്നുകൾക്ക് വധഭീഷണിയുമായി വരുന്നു. ഒരു മുസ്ലിയാർ, ഞാൻ പറഞ്ഞു, അയാൾ പഠിപ്പിക്കുന്ന മദ്രസിലെ കുട്ടികളെ കഴുത്തു ഞെരിച്ചു കൊന്നുകളയുക. അയാൾ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ്. കാരണം അയാൾ പഠിപ്പിച്ച് കുട്ടികൾ വളർന്നാൽ ഭൂലോകത്തിലെ തേർഡ് റേറ്റ് ഗുണ്ടകളായി അദ്ദേഹത്തിന്റെ അനുയായികൾ മാറും. അതിനേക്കാൾ നല്ലത് ഹിളർ നബി അലൈഹിസ്സലാം കഴുത്തുമുരുണ്ടി കൊന്ന പോലെ ഇവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ കഴുത്തു ഞെരിച്ചു കൊല്ലലായിരിക്കും ഒരുപക്ഷെ ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം. കാരണം അത്ര വൃത്തികെട്ട ഒരു സമൂഹമാണ് ഇവരുടെ പണ്ഡിത ലോകത്ത് ഇവർ അറിയപ്പെടുന്ന ആളുകൾ. ഇവരൊക്കെ ഇസ്ലാമിക രാഷ്ട്രത്തിലാ ജീവിച്ചെങ്കിലുണ്ടല്ലോ. ഇസ്ലാമിന്റെ രാജ്യത്താണെങ്കിൽ ഫിനിഷ്.